നമസ്കാരം. നമസ്കാരം. എന്താണ്? എന്റെ പൊന്നു ഡോക്ടർ, എനിക്ക് ഭയങ്കര ചങ്കില് വേദനയാണ്. അതാണ് തന്റെ അസുഖം? അസുഖം ചങ്കിൽ വേദനയാണ് തന്റെ അസുഖം? അതെ. ചങ്കിൽ വേദന വരാനുള്ള കാരണം തനിക്ക് എന്താ പണി? ഞങ്ങൾ പരമ്പരാഗതമായിട്ട് എഴുത്തുകാരാണ്. എഴുത്തുകാരാണ്? അതെ. താൻ എന്തൊക്കെ എഴുതും? ഞാൻ നോവൽ എഴുതും, നാടകം എഴുതും, സിനിമ എഴുതും, കഥ എഴുതും, കവിത എഴുതും, തിരക്കഥ എഴുതും, എല്ലാം എഴുതും. എല്ലാം എഴുതും. താൻ ചങ്കിൽ കൊള്ളാവുന്ന വല്ലതും എഴുതാറുണ്ടോ? ചങ്കി കൊള്ളാവുന്നതേ ഞാൻ എഴുതാറുള്ളൂ. എന്താണ്? ആത്മനൊമ്പരങ്ങളുടെ കാതലാണ് എന്റെ സൃഷ്ടികൾ. ചങ്കിൽ കൊള്ളാവുന്ന കവിതകൾ എഴുതുമ്പോഴാണ് ചങ്കിൽ വേദന വരുന്നത്. ശരി, അങ്ങനെ ഇരിക്കട്ടെ. തന്റെ അച്ഛന്റെ പണി എന്താ? എന്റെ അച്ഛൻ ആധാരം എഴുത്താണ്. ആധാരം എഴുത്ത്. അമ്മ? അമ്മ കണ്ണെഴുതും. അനിയത്തി പ്രേമലേഖനം എഴുതും. എടാ, നിന്റെ അനിയത്തിയോട് പറയും, എനിക്ക് ഞാൻ വെറുതെ ഇരിക്കില്ല, 2 പ്രേമലേഖനം എനിക്ക് എഴുതാൻ പറ. ഞാൻ ഒറ്റ പട വെച്ചോണ്ടല്ലോ പോക്കരത്തരം പറയണത്. എന്താണ്? ഞാൻ അസുഖമായിട്ട് വന്നപ്പോ എന്നോട് പെമ്മനടുത്ത് പ്രേമലേഖനം എഴുതാനോ? എന്താ തന്റെ അസുഖം പറ. എന്റെ പൊന്നു ഡോക്ടർ, എനിക്ക് ഭയങ്കര മറവിയാണ്. മറവിയാണ്? അതെ. ഞാൻ എവിടെയെങ്കിലും ചെന്ന് കയറി കഴിഞ്ഞാൽ തെറ്റായ സ്ഥലത്ത് ചെന്ന് കയറുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ ബാർബർ ഷാപ്പിൽ ആയിട്ട് പോയിട്ട് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചെന്ന് കയറുന്നത് ബാറിലായിരിക്കും. ബാറില്? ഞാൻ റെയിൽവേ സ്റ്റേഷനാണെന്ന് പറഞ്ഞ് ചെന്ന് കയറുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ? ഇങ്ങനെ ഭയങ്കര മറവിയാണ്. ഇപ്പൊ തന്നെ എത്ര നേരമായി ഞാൻ അവിടെ കാവപ്പിനായിട്ട് വന്നിട്ട് എനിക്കായിരിക്കും മനസ്സിലായി തന്നെ വിടാൻ പാടില്ലേ? ഇത് റേഷൻ കടയല്ല എന്റെ പൊന്നു വക്കീലെ, കേസ് വായിച്ച് ജയിക്കണം. അയ്യോ, ഇത് അഡ്വക്കേറ്റ് ഒന്നല്ലത്. എന്നെ അറസ്റ്റ് ചെയ്യരുത്. ഇത് പോലീസ് സ്റ്റേഷനല്ല. ഒരടി എനിക്കിട്ട് അടിച്ച് ഇനി മേലെ അടിച്ചിട്ടില്ല. അടിച്ചിട്ട് കരഞ്ഞാൽ വിളിക്കും ഞാൻ. എന്തിനാ അടിച്ചാ? ഞാൻ ആരെന്ന് മനസ്സിലായോ? ഞാൻ ഡോക്ടർ. അപ്പൊ ഞാനാ? നീ രോഗി. ഇത് ഏതാ സ്ഥലത്ത് മനസ്സിലായോ? ഇത് പോസ്റ്റ് ഓഫീസ് അല്ലേ? വെൽക്കം ടു ഡൊമിനിക് ടു പോസ്റ്റ് ഓഫീസ് അല്ലേ? ഇതല്ലേ ആശുപത്രി? ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ പറ, എന്താണ് തന്റെ അസുഖം? എന്റെ മറവി പോയി. ഇതൊന്നും പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഡോക്ടറിനെ 10-30 വത്സരമായിട്ട് ചികിത്സിക്കുന്ന ആളല്ലേ എന്റെ പൊന്നു ഡോക്ടർ. ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്? അതെ, ഞാൻ 25 വർഷം 10-30 വർഷമായിട്ട് തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. പക്ഷെ എനിക്ക് കുട്ടി ഉണ്ടായി. കുട്ടി ഉണ്ടായി? കുട്ടി അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ. എന്റെ പൊന്നു ഡോക്ടറെ, തന്നെ എല്ലാ ടെസ്റ്റുകളും തെറ്റിയപ്പോ എനിക്ക് കുട്ടി ഉണ്ടായി. തനിക്ക് കുട്ടി ഉണ്ടാവില്ല. കുട്ടി ഉണ്ടായിന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ നാളോട്ട് എല്ലാം കഴിച്ചിട്ടാ ഞാൻ വന്നത്. എന്താ കുട്ടിയുടെ പേര്? കവിത. വെരി ഗുഡ്. 30 വർഷമായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് തനിക്ക് കുട്ടി ഉണ്ടാവില്ല എന്നുള്ളത്. കുട്ടി ഉണ്ടായിന്ന് മാത്രമല്ല, ആ കുട്ടീനെ ലാളിച്ചിട്ട് ഞാൻ വന്നേന്ന്. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ തന്റെ പോലെ മറവിയുള്ള ഒരാളുടെ കഥ ഞാൻ പറഞ്ഞു തരാം. കേട്ടോളൂ. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വേട്ടക്കാരൻ, അയാള് വേട്ടയ്ക്കാണെന്നും പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അയാൾ തോക്കാണെന്നും പറഞ്ഞൊരു കാലം കൂടെ എടുത്ത് അയാൾ കച്ചത്തി വെച്ചു. എന്തൊരു മണ്ടൻ മറവി അല്ലേ? അയാൾ തോക്കാണെന്ന് പറഞ്ഞ് കാലം കൂടെ എടുത്ത് കച്ചത്തി വെച്ച അയാൾ കാട്ടി പോയപ്പോൾ ഒരു കടുവ ഒരൊറ്റ ക്രോസിംഗ് ആണ്. എന്റെ ഈശ്വരന്മാരെ! എന്നിട്ട് അയാൾ ഈ കാലം കൂടെ എടുത്ത കടുവയുടെ ഒരൊറ്റ വെടിയാണ്. കടുവ ചത്തു. ഏതെങ്കിലും മണ്ടന്റെ അടുത്ത് എന്ന് പറ. കടുവ ചാവില്ല. കടുവ ചത്തു. കടുവ ചാവില്ല. എങ്ങനെയാണ്? കടുവ ചത്തു. കടുവ ചാവണ എങ്ങനെയാണ്? അങ്ങനെ കൃത്യമായിട്ട് ചാവില്ല എന്ന് പറയാൻ നിനക്ക് എന്താ ഉറപ്പ്? എന്റെ പൊന്നു ഡോക്ടറെ, കാലം കൂടെ എടുത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ കടുവ ചാവോ? ഇനി അഥവാ ഇയാൾ കാലം കൂടെ എടുത്ത് വെടിവെച്ച സമയത്ത് ഏതെങ്കിലും ആമ്പിള്ളേരും മറിഞ്ഞു നിന്ന് വെടിവെച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ആമ്പിള്ളേരും മറിഞ്ഞു നിന്ന് വെടിവെച്ചിട്ടുണ്ടാകും. ഇത് തന്നെയാണ് നിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഓക്കേ. ഡോക്ടർ, ഒരു ഇഷ്ടംപോലെ പേഷ്യൻസ് വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് കിടത്തി വിടൂ. അതെ, കലാഭവമണിയുടെ നാടൻ പാട്ടുകൾ കേട്ട് തലക്ക് ഭ്രാന്ത് പിടിച്ച ഒരാളാ വന്നിരിക്കുന്നത്. കലാപം പള്ളിയുടെ നാടൻ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ബോധം കെട്ടി വീഴല്ലുള്ളൂ. അതെ, പക്ഷേ ബോധം കെട്ട് വീണേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ പിന്നെ ഭ്രാന്തം പിടിച്ചു. അതെ, അന്ന് അയാളോട് കടന്നു വരാൻ പറയൂ. കടന്നു. യെസ്, കമിങ്. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട, ഒമന പൂമുഖം വാടിടേണ്ട. ഒമന പൂമുഖം വാടാതെ തുടിച്ചാൽ ഒമന ചുണ്ടത്തൊരുമ നൽക. കാല് പൊക്കരുത്. തച്ചേക്ക്. ഓമന ചുണ്ടത്ത് ഉമ്മ നൽകാന്ന ചകിരിച്ചോറ് പോലത്തെ മോന്തം കൊണ്ട് ഉമ്മ തരാന്ന്. നിന്റെ വീട് പറ. താരിട്ട റോഡാണ്, റോഡിനരികാണ്, വീടിനടയാളം ചീമക്കൊന്ന. നീ ചീമക്കൊന്നും വെച്ചോണ്ടിരുന്നോ? നീ എന്താ രാവിലെ കഴിച്ചേ? പച്ചരി ചോറുണ്ടോ, പച്ച മീൻ ചാറുണ്ടോ, ഉച്ചക്ക് ഉണ്ണാനായി പോന്നോളൂട്ടോ. നിന്ന് രാവിലെ ആരെ കണിയുണ്ട്? ചാലക്കുട്ടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ.
കൂട്ടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ കാലിയാത്രയ്ക്ക് എന്താ നിന്റെ അസുഖം? പൊട്ടണ് എൻ മനവും പൊട്ടണ് ചൂളമരത്തിന്റെ കായ പോലെ. കായ പോലെ പൊട്ടും പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ അസുഖം ഞാൻ മാറ്റി തരാം കേട്ടോ. ഇതൊക്കെ സിമ്പിൾ പ്രശ്നമുള്ളൂ. ഇത് സോൾവ് ചെയ്യാൻ നിസ്സാര പ്രശ്നമുള്ളൂ. ഞാൻ മാറ്റി തരാം കേട്ടോ. സിസ്റ്റർ കുഞ്ഞാലി, കമിങ്. ഹായ്, കുഞ്ഞനാളും ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി. നിങ്ങൾ ഇതിനു മുമ്പ് സിസ്റ്റർ കുഞ്ഞാലി അറിയോ? പിന്നെ കണ്ണിമങ്ങ പ്രായത്തിൽ കുഞ്ഞേലിനെ കണ്ടപ്പോൾ മാൻപഴമാകത്തേന് എന്റെ കുഞ്ഞേലി മാൻപഴമാകത്തേന്. വെള്ളമ്മ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്രണ്ണം വാങ്ങി തന്നു എന്റെ കുഞ്ഞേലി, എത്രണ്ണം വാങ്ങി തന്നു. ഇത് ഞാൻ മാറ്റി തരാം. ഞാനൊരു ഗുളിക തന്ന് തീർക്കാന്ന് വിചാരിച്ചു, പക്ഷെ അതുകൊണ്ട് തീരില്ല. ഇതൊരു ഇഞ്ചക്ഷന് ഞാൻ മാറ്റി തരാം. സിസ്റ്റർ കുഞ്ഞാലി, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കൂ. ഓക്കെ. വലിഞ്ഞമർന്ന് ഇരുന്നമർന്ന് ചെരിഞ്ഞമർന്ന് അവന്റെ കോതമംഗലം നോക്കി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കൂ. എവിടെയെങ്കിലും ഫിക്സ് ചെയ്യൂ. പഴയതല്ല, മൂർച്ച വയ്ക്കൂ. നിങ്ങൾ കോതമംഗലം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കൂ. ഫിക്സ് ചെയ്യൂ. ഞാൻ കൗണ്ട് ചെയ്യേ. 1 2 കുഞ്ഞേലിയെ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ നിന്റെ കുഞ്ഞാചാര്യം നിന്റെ എല്ലാ അസുഖം പോയില്ലോ? നിന്റെ പറന്നു പോയില്ലോ? ഓക്കെ, കടന്നു പൊക്കോളൂ. സന്തോഷായി ഡോക്ടറെ. ഫീസ് വേണ്ട, കടന്നു പൊക്കോളൂ. വലിയ ഉപകാരം. പോകട്ടെ. ഓക്കെ സിസ്റ്റർ കുഞ്ഞലി, ഞാൻ പോവുകയാണ്. നാളെ തേവരയിൽ വെച്ച് 5 മണിക്ക് കാണണം. ബൈ. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലോ എന്റെ പരാതി തീരൂല. ഞാൻ കുടിക്കണ കഞ്ഞിയില്ലെന്തിന് കല്ലിട്ടല്ല കണ്ണ് കൊച്ചേട്ട. കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കല്ലത്തിൽ വേവൂല.